ഹായ് ഗായ്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. വീണ്ടും ഒരു കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ കുറച്ച് പ്രോബ്ലം ഉണ്ട് കേട്ടോ. ഫീവർ വന്നിട്ട് ത്രോട്ടിക്ക് പ്രോബ്ലം, തുമ്മി ഇരുമി, அதனால വോയിസ് கொஞ்சம் ഡള്ളായാണ് ഇരിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് എല്ലാവരും അത് ഒന്ന് ക്ഷമിച്ചേക്കണേ. നാടിപ്പെരുക്ക് എന്ന് പറയുന്നത് ഒരു ചെറിയൊരു തരത്തിലുള്ള ഉത്സവമാണ് കേട്ടോ. ഒരു ചടങ്ങാണ്. രാവിലെ ഞാൻ സാമ്പാറിനുള്ള എല്ലാം റെഡിയാക്കി കുളിച്ചിട്ട് അന്ന് പിന്നെ സ്വാമി കുമ്പിടുന്നതുകൊണ്ട് രാവിലെ തന്നെ കുളിച്ച് ഒന്ന് സാമ്പാർ വെച്ച് തോരൻ പരിപ്പെല്ലാം കുക്കറിൽ വെച്ചിട്ട് പിന്നെ ഇഡ്ഡലി മാവ് ഊറ്റി അടുപ്പിൽ വെച്ച് 2-1 വേഗമല്ലോ എന്ന് വെച്ചിട്ട് വേഗം അതിനുള്ള ഏർപ്പാടാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നെ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇവിടെ പിന്നെ ചിക്കൻ മട്ടനൊക്കെയാണ് ആ ദിവസം എടുക്കുക. ഞങ്ങൾ പിന്നെ അങ്ങനെയുള്ള പരിപാടിയൊന്നുമില്ല. 8 മണി വരെ നോക്കിയിട്ട് അതൊന്നും കാണാത്തതുകൊണ്ട് പിന്നെ ഞാൻ ആ ഒരു ഇതിലോട്ട് വേണ്ടാന്ന് വെച്ച്. പിന്നെ ഞാനും മോനും ഇഡ്ഡലിയൊക്കെ കഴിച്ചിട്ട് ഉച്ചയ്ക്ക് ചോറായിരുന്നു കേട്ടോ. അതൊന്നും പ്രത്യേകിച്ച് ഇന്നെ എടുക്കേണ്ട, എപ്പോഴും കാണിക്കുന്നതുകൊണ്ട് ഇന്നെ എടുത്തു. വൈകുന്നേരം ആയപ്പോൾ മാവ് ഇരിക്കുന്നു, ദോശ ഉണ്ടാക്കിത്തരാം, ഇഡ്ഡലി ഉണ്ടാക്കിത്തരാമെന്ന് പറഞ്ഞിട്ട് അവന് വേണ്ട, ചപ്പാത്തി വേണമെന്ന് പറഞ്ഞിട്ട് കുറച്ച് മാവ് 2-3 ചപ്പാത്തിക്കുള്ള മാവെടുത്ത് ഞാൻ ചപ്പാത്തി ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. പിന്നെ മോൻ TV കണ്ടുകൊണ്ട് അവിടെ തന്നെ ഇരിക്കുന്നതുകൊണ്ട് ഞാൻ പിന്നെ താഴെ ഇരുന്ന് ചപ്പാത്തിയെല്ലാം പരത്തിയെടുത്ത്. പിന്നെ ഫോൺ ഒരു ചെറിയൊരു സ്റ്റാൻഡുണ്ട്, അതിലോട്ട് വെച്ചിട്ട് പിന്നെ എടുത്ത് ചപ്പാത്തിയെല്ലാം വേവിച്ചെടുത്തിട്ട് പിന്നെ അവന് വേണ്ടിയിട്ട് കുറച്ച് പൊട്ടറ്റോ മസാല, രാവിലെ വെച്ച് സാമ്പാർ കുറച്ചുണ്ടെങ്കിലും കുറച്ചുകൂടെ കറി വേണമല്ലോ. അപ്പോൾ ദോശ ഉണ്ടാക്കാം. അപ്പോൾ പൊട്ടറ്റോ മസാല ചപ്പാത്തിക്കും ആകും ദോശയ്ക്കും ആകുമെന്ന് വെച്ചിട്ട് അതാണ് വെച്ചത്. പിന്നെ വൈകുന്നേരം ആയപ്പോൾ നിലൂന് ഭയങ്കര നിർബന്ധം, ചെല്ലം പിടിച്ച് കാലിൽ തൂങ്ങി നടക്കുമായിരുന്നു. പിന്നെ അവളെ എടുത്ത് കുറച്ച് നേരം മടിയിൽ വെച്ച്, അവൾ ഒരു പൂച്ചക്കുട്ടിയായിട്ടല്ല കേട്ടോ ഞാൻ കാണുന്നത്, ഞാൻ എൻ്റെ മോളെന്നുള്ള രീതിയിൽ അവളെ ഭയങ്കര ചെല്ലമാണ് അവൾക്ക്. അങ്ങനെ ചപ്പാത്തിയെല്ലാം കഴിച്ചിരിക്കുക. ചപ്പാത്തി കഴിച്ചിട്ട് അമ്മ നല്ലതുണ്ട്, നല്ല സൂപ്പറായിട്ടുണ്ടെന്നൊക്കെ ചുമ്മാ ഡയലോഗ് അടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. TV കണ്ടിട്ട് ഏത് നേരവും TV ഇല്ലെങ്കിൽ ഫോൺ, അതിനകത്താണ് അവൻ്റെ കളി. പിന്നെ വൈകുന്നേരം കുറച്ച് നേരം പുറത്തിരിക്കാമെന്ന് വിചാരിച്ചിട്ടിരുന്നപ്പോഴാണ് നിലൂന് ഭയങ്കര ഇത്. അപ്പോൾ ഞാൻ നിലൂനെ ചെല്ലം വയ്ക്കുന്നത് മോനെ വീഡിയോ എടുത്തിട്ടിരുന്ന കൊച്ചുകുട്ടിയെ പോലെ, ഒരു മനുഷ്യക്കുട്ടിയുടെ കൂട്ടം അവളുടെ ഇത്, അമ്മേ എന്നൊക്കെ വിളിക്കുന്നതൊക്കെ നല്ല ചേല അവളുടെ വിളിയൊക്കെ. ഇടയിൽ തൊണ്ടയ്ക്ക് ഇതായതിനോട് തൊണ്ട അടച്ചടച്ച് പോകും കേട്ടോ. അതെല്ലാവരും ഒന്ന് ക്ഷമിച്ചേക്കണേ. പിന്നെ അവൾക്ക് കുറച്ച് നേരം അവളെ മടിയിൽ വെച്ച് കൊഞ്ചിച്ചിട്ട് പിന്നെ രാത്രിക്കകത്തുള്ള പാൽ വാങ്ങി പൊട്ടറ്റോ മസാലയും വെച്ച് പാലും എല്ലാം കായ വെച്ച് എല്ലാവർക്കും റെഡിയാക്കി. നേരത്തെ ഞാൻ കാട്ടിയതുകൊണ്ട് പിന്നെ അത് പ്രത്യേകിച്ചൊന്നും എടുത്തില്ല. വലിയ ഒരു വിശേഷമായിട്ടൊന്നുമില്ല. അതുകൊണ്ട് ഇത്രയേ ഉള്ളൂ കേട്ടോ ഈ കുഞ്ഞ് വിശേഷം.